ഹലോ, വെൽക്കം ടു അഡ്രിനാലിൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹീം കാറ്റബോളിസം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇത് ഷോർട്ട് എസ്സേ ആയിട്ടും അതുപോലെ തന്നെ ലോങ് എസ്സേയുടെ സബ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ്ലി. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, പക്ഷെ സിമ്പിളായിട്ട് പഠിക്കാവുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. നോക്കാം. ഹീം കാറ്റബോളിസം നമുക്കറിയാമല്ലേ, ആർ ബി സിൻ്റെ ലൈഫ് സ്പാന് അബൌട്ട് 120 days ആണ്. അത് കഴിഞ്ഞ് ആർ ബി സി എന്താകും, നമ്മുടെ സ്പ്ലീനിൽ പോയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. ഈ ആർ ബി സി ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ആർ ബി സി എന്താകും, ആർ ബി സി ഹീമായിട്ടും ഗ്ലോബിനായിട്ടും കൺവേർട്ട് ചെയ്യപ്പെടും. ഈസ് ബ്രേക്ക് ഡൗൺ ടു ഹീം ആൻഡ് ഗ്ലോബിൻ. ഇനി ഈ ഗ്ലോബിനും ഹീമും എന്താ ചെയ്യുക, ഈ ഗ്ലോബിൻ എന്ത് ചെയ്യുമെന്നറിയോ, ഈ ഗ്ലോബിൻ ഈസ് ഡീഗ്രേഡഡ് ടു അമിനോ ആസിഡ്സായി ഡീഗ്രേഡ് ചെയ്തിട്ട് ഈ അമിനോ ആസിഡ് കൂടുതലോട്ട് പോകും. അപ്പം നമ്മൾ പഠിക്കുന്നതാ ഇവൻ്റെ കാറ്റബോളിസം നമ്മൾ പഠിക്കുന്നത്. ഹീമിന് എന്ത് പറ്റുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഹീമിന് ഡീഗ്രഡേഷൻ സംഭവിച്ചിട്ട് അറ്റ് ലാസ്റ്റ് ബിലിറൂബിൻ എന്നൊരു എൻ പ്രൊഡക്റ്റ് ഉണ്ടാവും. ലാസ്റ്റ് എൻ പ്രൊഡക്റ്റാണ് ഹീം കാറ്റബോളിസിലെ ലാസ്റ്റ് എൻ പ്രൊഡക്റ്റാണ്. അറ്റ് ലാസ്റ്റ് ഈസ് കൺവേർട്ടഡ് ടു ബിലിറൂബിൻ. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചോ. ഹിയർ ഈസ് അവർ ഹീം. നമ്മുടെ ഹീം ആദ്യം ഡീഗ്രേഡ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും, ബിലിവേഡിൻ എന്ന കോമ്പൗണ്ട് ഫോം ചെയ്യും. ഓക്കെ അല്ലേ. ഇവിടെ ആക്ട് ചെയ്യുന്ന എൻസൈം ഏതാ, ഹീം ഓക്സിജനേസ്. ഓർത്ത് വെക്കണേ, ഹീം ഓക്സിജനേസ് എന്നുള്ള എൻസൈം യൂസ് ചെയ്തിട്ട് ഹീമിനെ ആദ്യം ബിലിവേഡിനായിട്ട് കൺവേർട്ട് ചെയ്യും. നെക്സ്റ്റ് എന്താ ചെയ്യുക, ഈ ബിലിവേഡിനെ നമ്മൾ നെക്സ്റ്റ് ലാസ്റ്റ് എൻ പ്രൊഡക്റ്റായ ബിലിറൂബിനായിട്ട് കൺവേർട്ട് ചെയ്യും. ഇത്രയേ ഉള്ളൂ, ഈ 2 സ്റ്റെപ്സേ ഉള്ളൂ. ഇവിടെ ആക്ട് ചെയ്യുന്ന എൻസൈം ഏതാ, ബിലിവേഡിനെ ബിലിറൂബിനാക്കി മാറ്റുന്നത് ബിലിവേഡിൻ റിഡക്റ്റേസ്. ഓക്കെ അല്ലേ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ ബിലിറൂബിനെ കിട്ടിയിട്ടോ, ലാസ്റ്റ് എൻ പ്രൊഡക്റ്റായ ബിലിറൂബിനെ കിട്ടി. ഇനി ഇത് പ്ലാസ്മയിൽ എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യാമെന്നുള്ളത് നോക്കാം. നമ്മുടെ ബിലിറൂബിന് പ്ലാസ്മയിൽ സോലുബിൾ അല്ല. നോർമലി ഇറ്റ് ഈസ് നോട്ട് സോലുബിൾ ഇൻ പ്ലാസ്മ. നമുക്കിതിനെ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, പ്ലാസ്മയിൽ സോലുബിൾ ആക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബിലിറൂബിനെ എടുത്തുകൊണ്ട് പോയിട്ട് ആൽബുമിനിലോട്ട് ബൈൻഡ് ചെയ്യും. പ്ലാസ്മയിലുള്ള ആൽബുമിനിലോട്ട് ബിലിറൂബിനെ ബൈൻഡ് ചെയ്തിട്ട് അതിനെ പ്ലാസ്മയിൽ സോല്യൂബിൾ ആക്കും. ഓക്കെ അല്ലേ. ആൽബുമിൻ ബൗണ്ട് ബിലിറൂബിൻ എന്താണ്, പ്ലാസ്മയിൽ സൊല്യൂബിളാണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഫോമാണ്. ഈ ആൽബുമിൻ ബൗണ്ട് ബിലിറൂബിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോൺജുഗേറ്റഡ് ബിലിറൂബിൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ. ആൽബുമിൻ ബൗണ്ട് ബിലിറൂബിൻ ഈസ് നോൺ ആസ് അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ. സോറി, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയിരുന്നു. ആൽബുമിൻ ബൗണ്ട് ബിലിറൂബിൻ ഈസ് നോൺ ആസ് അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ. ഓക്കെ. ഇനി നമുക്ക് ഇപ്പോൾ എന്തായി, ബിലിറൂബിൻ പ്ലാസ്മയിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഫോമിലായിട്ട് നമ്മൾ എത്തിച്ചു. ഇനി നെക്സ്റ്റ് ദ ഫേറ്റ് ഓഫ് ബിലിറൂബിന് പഠിക്കാം. ഓക്കെ, അത് ഓരോ ഇവൻ്റായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, സിമ്പിളാണ്. ഫസ്റ്റ് ആദ്യമായിട്ട് ഈ ബിലിറൂബിനെ ലിവറിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും. ലിവറിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ ഈസ് ടേക്കൺ അപ്പ് ബൈ ദ ലിവർ അൺകോൺജുഗേറ്റ് ബിലിറൂബിനെ ടേക്ക് ചെയ്യും. ദെൻ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ലിവറിൽ വെച്ചിട്ട് ആൽബുമിൻ ബൗണ്ട് ബിലിറൂബിൽ നിന്ന് ആൽബുമിൻ ഡിറ്റാച്ച് ചെയ്തു പോകും. ബിലിറൂബിനിലോട്ട് ബൗണ്ട് ചെയ്തിട്ടായിരുന്നല്ലോ ആൽബുമിൻ നിൽക്കുന്നത്. ആ ആൽബുമിൻ ബിലിറൂബിനിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യും. ഓക്കെ അല്ലേ. ഇനി നെക്സ്റ്റ് ഇസ് ദ കോൺജുഗേഷൻ ഇൻ ദ ലിവർ. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് അൺകോൺജുഗേറ്റഡ് ബിലിറൂബിനാണ് അല്ലേ. ദിസ് അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ ഈസ് കോൺജുഗേറ്റഡ് വിത്ത് ഗ്ലൂക്കറോണിക് ആസിഡ് വെച്ചിട്ട് അൺകോൺജുഗേറ്റഡ് ബിലിറൂബിനെ കോൺജുഗേറ്റഡ് ബിലിറൂബിനായിട്ട് വി ആർ ഗോയിങ് ടു കൺവേർട്ട്. നമ്മൾ മാറ്റാൻ പോവാണ്. എന്തിനെ, നമ്മുടെ അൺകോൺജുഗേറ്റഡിൻ്റെ കോൺജുഗേറ്റഡ് ബിലിറൂബിനായി നമ്മൾ മാറ്റാൻ പോവാണ്.
ഓക്കെ, നോക്കാം. ഈ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ എന്ന് പറയുന്നത് ദേ ആർ ബിലിറൂബിൻ മോണോഗ്ലൂക്കറോണൈഡ് ആൻഡ് ബിലിറൂബിൻ ഡൈഗ്ലൂക്കറോണൈഡ്. ഈ മോളിക്യൂൾസിനാണ് കോൺജുഗേറ്റഡ് ബിലിറൂബിൻ എന്ന് പറയുന്നത്. ആ മോളിക്യൂൾസിന് കോൺജുഗേഷൻ പ്രോസസ്സ് നമുക്ക് നോക്കാം. ഇതാ ഈ 2 റിയാക്ഷനാണ് കോൺജുഗേഷൻ പ്രോസസ്സ്. ദീസ് 2 റിയാക്ഷൻസ് ഇതാണ് ഈ 2 റിയാക്ഷൻസ്. ശ്രദ്ധിച്ചെടുക്കുക, പറഞ്ഞുതരാം. ആദ്യം അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ. ഇതാ ഇവിടെ ഉണ്ട് നമ്മുടെ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ. അതിലോട്ട് നമ്മൾ എന്ത് വെച്ചിട്ടാണ് കോൺജുഗേറ്റ് ചെയ്യുന്നത്? ഗ്ലൂക്കറോണിക് ആസിഡ് വെച്ചിട്ടാണ് കോൺജുഗേറ്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞ് ഈ ഗ്ലൂക്കറോണിക് ആസിഡിനെ ബിലിറൂബിനിലോട്ട് ആഡ് ചെയ്യും. പക്ഷേ ഈ ഗ്ലൂക്കറോണിക് ആസിഡ് ഒരു പ്രശ്നമുണ്ട്. അതിന് ഒറ്റയ്ക്ക് വരില്ല. ബിലിറൂബിൻ്റെ അടുത്തോട്ട് അത് ഒറ്റയ്ക്ക് വരില്ല. എപ്പോഴും ഒരാൾ കൈ പിടിച്ച് കൂടെ ഉണ്ടാവും. ആരത്? UDP. സോ UDP ഗ്ലൂക്കറോണിക് ആസിഡിനെയാണ് ബിലിറൂബിനിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്. നമുക്കാരെ മതി? ഗ്ലൂക്കറോണിക് ആസിഡ് മതി. അതുകൊണ്ട് തന്നെ ഈ റിയാക്ഷനിൽ UDPനെ നമ്മൾ അങ്ങ് റിലീസ് ചെയ്യും, എന്നിട്ട് ഗ്ലൂക്കറോണിക് ആസിഡ് എടുക്കും. സോ ദ ഫോംഡ് കോമ്പൗണ്ട് ഈസ് ബിലിറൂബിൻ മോണോഗ്ലൂക്കറോണൈഡ്. ഒരു ഗ്ലൂക്കറോണൈഡ് ആസിഡ് ആണല്ലോ ബിലിറൂബിനോട്ട് ആഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ബിലിറൂബിൻ മോണോഗ്ലൂക്കറോണൈഡ്. കോൺജുഗേറ്റഡ് ബിലിറൂബിനിലെ 80% ബിലിറൂബിൻ മോണോഗ്ലൂക്കറോണൈഡ് മോളിക്യൂൾസ് ആണ്. അപ്പം ബാക്കി 20%ഓ ഈ ബിലിറൂബിൻ ബിലിറൂബിൻ മോണോഗ്ലൂക്കറോണൈഡിലോട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഗ്ലൂക്കറോണിക് ആസിഡിനോട് ആഡ് ചെയ്യും. ദെൻ വി ഗെറ്റ് ബിലിറൂബിൻ ഡൈഗ്ലൂക്കറോണൈഡ്. ഈ രണ്ട് ബിലിറൂബിൻ മോണോഗ്ലൂക്കറോണൈഡ് ആൻഡ് ബിലിറൂബിൻ ഡൈഗ്ലൂക്കറോണൈഡ്സ് ആർ കോൾഡ് കോൺജുഗേറ്റഡ് ബിലിറൂബിൻ. ബിലിറൂബിൻ ഡൈഗ്ലൂക്കറോണൈഡ് അബൌട്ട് 20% മാത്രമേ പ്രസൻ്റ് ഉള്ളൂ. കോൺജുഗേറ്റഡ് ബിലിറൂബിനിൽ 20% മാത്രമേ ഉള്ളൂ ബിലിറൂബിൻ ഡൈഗ്ലൂക്കറോണൈഡ്. മോസ്റ്റ് ഓഫ് മോളിക്യൂൾസ് ആർ ബിലിറൂബിൻ 20% വരുന്നത് ഏതാ? ബിലിറൂബിൻ ഡൈഗ്ലൂക്കറോണൈഡ്. 80% വരുന്നത് ബിലിറൂബിൻ മോണോഗ്ലൂക്കറോണൈഡ്. ഓക്കെ അല്ലേ? ഈ കോൺജുഗേഷൻ റിയാക്ഷൻ നടത്തുന്ന എൻസൈം ഏതാ? അത് മറന്നുപോകല്ലേ. ഈ റിയാക്ഷൻ എഴുതുമ്പോൾ ഈ എൻസൈം എന്തായി എഴുതണം? ഇറ്റ് ഈസ് UDP ഗ്ലൂക്കറോണൈൽ ട്രാൻസ്ഫറേസ്. ഓക്കെ അല്ലേ? എൻസൈം പഠിച്ചു വെക്കുക, മറക്കല്ലേ. UDP ഗ്ലൂക്കറോണൈൽ ട്രാൻസ്ഫറേസ്. നെക്സ്റ്റ് കോൺജുഗേഷൻ പറഞ്ഞു. നെക്സ്റ്റ് ഇവൻ്റ് വരുന്നത് എക്സ്ക്രീഷൻ ഓഫ് ദി ബിലിറൂബിൻ ടു ദ ബൈൽ. ഈ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ ഇറ്റ് ഈസ് സെക്രീറ്റഡ് ഫ്രം ദ ലിവർ ഇൻ ടു ദ ബൈൽ. നമ്മുടെ കോൺജുഗേറ്റഡ് ബിലിറൂബിനെ ലിവറിൽ നിന്ന് ബൈലിലോട്ട് സെക്രീറ്റ് ചെയ്യുന്നു. ദെൻ ബൈലിലൂടെ ബൈൽ ഡക്റ്റ് വഴി പാസ് ചെയ്തിട്ട് നമ്മുടെ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ ഇൻറ്റസ്റ്റൈനിലെത്തുന്നു. അങ്ങനെ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ ഇൻറ്റസ്റ്റൈനിലെത്തി കേട്ടോ. നെക്സ്റ്റ് ഇവൻ്റ് വരുന്നത് ഇനി ഇൻറ്റസ്റ്റൈനാണ്. ഇൻറ്റസ്റ്റൈനിൽ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ എത്തി. അതവിടെ എന്താ കോൺജുഗേറ്റഡ് ബിലിറൂബിന് സംഭവിക്കാൻ നോക്കാം. നമുക്കറിയാമല്ലേ, ഇൻറ്റസ്റ്റൈനിൽ ബാക്ടീരിയാസ് ആർ ഇൻറ്റസ്റ്റൈനിൽ. ആ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയ ഇറ്റ് ഡീകോൺജുഗേറ്റ് ദ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ. കോൺജുഗേറ്റഡ് ബിലിറൂബിനെ ഡീകോൺജുഗേറ്റ് ചെയ്തല്ലോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫ്രീ ഡീകോൺജുഗേഷന് ശേഷമുള്ള ഫ്രീ ബിലിറൂബിൻ മോളിക്യൂൾസ് ആർ ദെൻ കൺവേർട്ടഡ് ടു യൂറോബിലിനോജൻസ് ആൻഡ് സ്റ്റെർക്കോബിലിനോജൻസ്. ഓക്കെ, ഇപ്പോൾ ഇൻറ്റസ്റ്റൈനിൽ പ്രസൻ്റ് ആയിട്ടുള്ള എന്താ ഡീകോൺജുഗേഷൻ നടന്ന് ദെൻ ദ ഫ്രീ ബിലിറൂബിൻ അണ്ടർഗോ റിഡക്ഷൻ ആൻഡ് കൺവേർട്ടഡ് ടു. ഇവിടെ നടക്കുന്ന പ്രോസസ് റിഡക്ഷൻ ആട്ടോ. ഇവിടെ റിഡക്ഷൻ ആണ് നടക്കുന്നത്. the free bilirubin undergo reduction and it is converted to urobilinogens and stercobilinogens. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് വരുന്നത്. ഇറ്റ് ഈസ് ദ ഫൈനൽ എക്സ്ക്രീഷൻ. ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ യൂറോബിലിനോജൻസ്, സ്റ്റെർക്കോബിലിനോജൻസ്, അതിൻ്റെ എബൌട്ട് മോസ്റ്റ്ലി 80% ഇറ്റ് അണ്ടർഗോ ഓക്സിഡേഷൻ. ഈ ഓക്സിഡേഷൻ സംഭവിച്ചിട്ട് എന്ത് ചെയ്യും? യൂറോബിലിനോജൻസ് ആർ കൺവേർട്ടഡ് ടു യൂറോബിലിൻ ആൻഡ് സ്റ്റെർക്കോബിലിനോജൻസ് ആർ കൺവേർട്ടഡ് ടു സ്റ്റെർക്കോബിലിൻ. ഈ യൂറോബിലിനും സ്റ്റെർക്കോബിലിനും എന്താ? കളേർഡ് പ്രൊഡക്ട്സാണ്. നോർമലി യൂറോബിലിനോജൻ ആൻഡ് സ്റ്റെർക്കോബിലിനോജൻ ആർ നോൺ കളേർഡ് കോമ്പൗണ്ട്സ്. ബട്ട് ഓക്സിഡേഷൻ നടക്കുമ്പോൾ എന്ത് ചെയ്യും? കളേർഡ് പ്രൊഡക്റ്റായി മാറും.
Then this urobilin and stercobilin are excreted in the feces. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പാണ്. നമ്മുടെ ഫീക്കസിനുള്ള നോർമൽ കളർ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ സ്റ്റെർക്കോബിലിനും യൂറോബിലിനുമാണ്. ഫൈനൽ എക്സ്ക്രീഷൻ കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ല, about 80% മാത്രമാണ്, about 80% ഫൈനൽ എക്സ്ക്രീഷൻ ചെയ്യുന്നത്. അപ്പോൾ ബാക്കി കുറച്ച് പെർസെൻറ്റേജ് എന്ത് ചെയ്യുന്നുണ്ട്, എൻട്രോ ഹെപ്പാറ്റിക് സർക്കുലേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നോക്കാം. About 20% of the urobilinogen, it is reabsorbed from the intestine and returns to the liver. ഇൻഡസ്റ്റൈനിൽ നിന്ന് റീഅബ്സോർബ് ചെയ്ത് തിരിച്ച് ലിവറിലോട്ട് തന്നെ പോകും. വീണ്ടും ലിവറിൽ നിന്ന് എന്താ ചെയ്യുക, തിരിച്ചത് ഇൻഡസ്റ്റൈനിലോട്ട് തന്നെ എക്സ്ക്രീറ്റ് ചെയ്യും. ഓക്കെ, പോർട്ടൽ ബ്ലഡ് വഴിയാണ് ഇത് ലിവറിലോട്ട് അത് റിട്ടേൺ ചെയ്യുന്നത്. പോർട്ടൽ ബ്ലഡ് വഴി റിട്ടേൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, സ്മോൾ എമൗണ്ട് ഓഫ് യൂറോബിലിനോജൻ ഈസ് ഓൾസോ എക്സ്ക്രീറ്റഡ് ഇൻ യൂറിൻ. ബ്ലഡ് വഴിയാണല്ലോ പോകുന്നത്, അതുകൊണ്ട് സ്മോൾ എമൗണ്ട് യൂറിനിലും വളരെ കുറച്ച് എമൗണ്ട്, ഈ ഒരു 20%-ൻ്റെ ഒരു വളരെ കുറച്ച് എമൗണ്ട് യൂറിനിലും എക്സ്ക്രീറ്റ് ചെയ്യും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ദ കാറ്റബോളിസം ഓഫ് ഹീം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദി ബിലിറൂബിൻ എന്താണെന്ന് നോക്കാം. ഇത് നോർമലി ഒരു ലോങ് എസ്സേ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ജോണ്ടിസ്, ക്ലിനിക്കൽ ഫൈൻഡിങ് മീൻസ് ജോണ്ടിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹീം കാറ്റബോളിസിൻ്റെ കൂടെ കാണാറുണ്ട്. ജോണ്ടിസിലുള്ള ക്ലിനിക്കൽ ഫൈൻഡിങ്സ് വേറൊരു മെയിൻ വീഡിയോ ആയിട്ട്, ജോണ്ടിസിൻ്റെ വീഡിയോ ആയിട്ട് ചെയ്യും. അപ്പോൾ ആ വീഡിയോ കാണാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് പറഞ്ഞു പോവാം. ഇതിൻ്റെ ഫർദർ എക്സ്പ്ലനേഷൻസ് ജോണ്ടിസിൻ്റെ വീഡിയോ കാണേണ്ടതാണ്, അത് നമ്മൾ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നോക്കാം ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്. നോർമലി നമ്മുടെ ബ്ലഡിലുള്ള ടോട്ടൽ ബിലിറൂബിൻ്റെ ലെവൽ എത്രയാണ്? ഇറ്റ് ഈസ് 0.2 to 0.8 mg/dL. അതിൽ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ എത്രയാണ്? 0.2 to 0.8. 0.2 to 0. അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ്റെ ലെവൽ എത്രയാണ്? 0.2 to 0.6. അപ്പോൾ ബാക്കി എത്ര ഉണ്ട്? 0.6 വരെ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ. അപ്പോൾ ബാക്കിയുള്ള 0 to 0.2 mg/dL എന്താ? കോൺജുഗേറ്റഡ് ബിലിറൂബിനാണ്. ഇത് കോൺജുഗേറ്റഡ് ബിലിറൂബിൻ ആൻഡ് അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ ടോട്ടൽ ആണ്, രണ്ടും കൂടെ കൂടിയതാണല്ലോ ടോട്ടൽ ബിലിറൂബിൻ. ഓക്കെ അല്ലേ? 0.2 to 0.8 mg/dL ആണ് എന്ത്? ടോട്ടൽ ബിലിറൂബിൻ. അതിൽ തന്നെ 0.2 to 0.6, അതായത് മേജർ ഭാഗം എന്താ? അൺകോൺജുഗേറ്റഡ് ബിലിറൂബിനാണ്. പിന്നെ വളരെ കുറച്ച് 0 to 0.2 mg/dL മാത്രമേ എന്ത് വരുന്നുള്ളൂ? കോൺജുഗേറ്റഡ് ബിലിറൂബിൻ വരുന്നുള്ളൂ. കൂടുതൽ ഏതാ? അൺകോൺജുഗേറ്റഡ് ബിലിറൂബിനാണ്. മറന്നുപോലെ ഈ വാല്യൂസ് MCQ ആയിട്ട് നിങ്ങളോട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നോർമൽ ലെവലിൽ നമ്മൾ പഠിച്ചു. നമ്മുടെ ഈ ബ്ലഡിലുള്ള ബിലിറൂബിൻ ലെവല് ഗ്രേറ്റർ ദാൻ 1 mg/dL ആവുകയാണെങ്കിൽ ആ കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈപ്പർ ബിലിറൂബിനീമിയ. എത്ര ലെവൽ നിങ്ങൾ കൂടുകയാണെങ്കിൽ 1 mg/dL ഇൻക്രീസ് ആവുകയാണെങ്കിൽ ഉള്ള കണ്ടീഷനാണ് ഹൈപ്പർ ബിലിറൂബിനീമിയ. ഇഫ് ദ പ്ലാസ്മ ബിലിറൂബിൻ ലെവൽ എക്സീഡ്സ് 2 mg/dL, 2 mg/dL കൂടുതലാവുകയാണെങ്കിൽ ആ കണ്ടീഷന് പറയുന്ന പേരാണ് ജോണ്ടിസ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ജോണ്ടിസിൽ വരുന്ന ക്ലിനിക്കൽ ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞിട്ട് ലോങ് എസ്സേയിൽ സബ് ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ആയിട്ടൊക്കെ ചോദിക്കാം, ഇമ്പോർട്ടൻ്റാണ്. അത് നമ്മൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ജോണ്ടിസിന് ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യും. അപ്പോൾ അതും മിസ്സാക്കല്ലേ, അത് മസ്റ്റായിട്ടും കാണണം. ഓക്കെ, ഇതിനെ നോട്ട് ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ഷെയർ ചെയ്യാം, അത് കാണാം. അത് വീഡിയോ കണ്ടിട്ട് അത് വായിക്കുക, പഠിക്കുക. ഓക്കെ അല്ലേ? ബൈ, താങ്ക് യു.